ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഇപ്പോൾ MEP എന്നുള്ളത്. ശരിക്കും MEP എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഫീൽഡാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് ഇത് ശരിക്കും പഠിക്കേണ്ടത്? യഥാർത്ഥത്തിൽ MEP എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പറയുന്നത് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ്. അതാണ് MEPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ അകത്ത് നമ്മൾ നോർമലി പണ്ട് കേട്ടിരുന്നത് സിവിൽ എഞ്ചിനീയേഴ്സാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറഞ്ഞാൽ സിവിൽ എഞ്ചിനീയേഴ്സ് ഉള്ളതാണ്. പിന്നെ അത് ആർക്കിടെക്ട്സ് കൂടി അതിൻ്റെ അകത്തേക്ക് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. ആർക്കിടെക്ട്സ് എന്ന് പറയുമ്പോൾ അവരാണ് ഡിസൈൻ ചെയ്യുന്നത്, സിവിൽ എഞ്ചിനീയേഴ്സ് അതിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ ആർക്കിടെക്റ്റ് ഡിസൈൻ ചെയ്ത് അവിടെ സിവിൽ എഞ്ചിനീയേഴ്സ് സ്ട്രക്ചർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബാക്കി വരുന്ന ഓൾമോസ്റ്റ് ഒരു 40% വർക്കുകളും ചെയ്യേണ്ടത് ഈ MEP എഞ്ചിനീയേഴ്സാണ്. യഥാർത്ഥത്തിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വേണ്ട എയർ കണ്ടീഷൻ സിസ്റ്റംസ്, അതുപോലെ തന്നെ വെൻറ്റിലേഷൻ സിസ്റ്റംസ്, ടോയ്ലറ്റ്, കാർ പാർക്കിംഗ്, കിച്ചൺ വെൻറ്റിലേഷൻ സിസ്റ്റംസ് നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ ചെയ്യേണ്ട ഫയർ സിസ്റ്റംസ്, അവിടെ ചെയ്യേണ്ട ഇലക്ട്രിക്കൽ വർക്കുകൾ, അവിടെ ചെയ്യേണ്ട പ്ലംബിംഗ് വർക്കുകൾ, ഇതൊക്കെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുന്ന വർക്കാണ് യഥാർത്ഥത്തിൽ MEP വർക്ക് എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മൾ BTech അല്ലെങ്കിൽ ഡിപ്ലോമ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. അവർക്കാണ് ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ അറിയുന്നത്.